Adobe Illustrator പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിൻ്റെ ഒരു എപ്പിസോഡാണിത്. അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോസും ഇതിൽ വന്നിട്ടുള്ള വീഡിയോസും എല്ലാം ആഡ് ചെയ്ത് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് ആയിട്ടും കൊടുക്കാം. അതിൽ പോയി കഴിഞ്ഞാൽ ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. പെൻ ടൂളിനെക്കാട്ടിയും എളുപ്പത്തിൽ നമുക്ക് കർവുകൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കർവേച്ചർ ടൂൾ. അപ്പോൾ ഒട്ടും സമയം കളയാതെ കർവേച്ചർ ടൂൾ എങ്ങനെയാണെന്ന് വരച്ച് നമുക്ക് പഠിക്കാം. നമുക്കപ്പോൾ കർവേച്ചർ ടൂൾ പഠിക്കാം. ഈ ടൂൾസൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് വരച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ട് ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് കൊടുത്ത് 600 പിക്സൽ വിഡ്ത്തും 600 പിക്സൽ ഹൈറ്റും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു ഇമേജ് പ്ലേസ് ചെയ്യുകയാണ്. ഈ പ്ലേസ് ചെയ്യേണ്ട ഇമേജ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫയൽ പ്ലേസ്, അത് ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ പോയതിന് ശേഷം അത് സെലക്ട് ചെയ്ത് ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുക. എന്നിട്ട് പ്ലേസ് കൊടുക്കുക. ടെംപ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ലോക്കായി ഇത്തിരി ഫെയ്ഡായിട്ട് കിടക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലൊന്നും മൂവ് ചെയ്യില്ല. നമ്മൾ ലെയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ലെയർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതിവിടെ ലോക്കായി കിടക്കുകയായിരിക്കും. അതിൻ്റെ മുകളിലത്തെ ലെയറിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് കർവേച്ചർ ടൂൾ എടുക്കാം. ഇതാണ് കർവേച്ചർ ടൂള്. നമുക്ക് കുറച്ച് സൂം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇമേജ് വരയ്ക്കുന്നതിന് മുമ്പ് കർവേച്ചർ ടൂൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കർവേച്ചർ ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു കർവായിട്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോർണർ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഞാനിവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പം കർവാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിത് ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പം ഞാൻ ക്ലിക്ക് വിട്ട് കഴിഞ്ഞ് മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു കർവായിട്ടാണ് വരുന്നത്. ഇനി വീണ്ടും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഒരു കർവായിട്ടായിരിക്കും വരുന്നത്. അഥവാ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു കോർണറായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഇവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഫൈനലി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് തന്നെ അതൊരു കർവായിട്ട് മാറാനായിട്ടുള്ളൊരു ഇതവിടെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്കാണ് ചെയ്തത്, ആ പോയിന്റിലേക്കാണ് തിരിച്ചു വരുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കർവായിരിക്കും. അപ്പോൾ അഥവാ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ക്ലിക്കാണ് ചെയ്തു പോയത്, പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ അതൊരു കോർണറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ ക്ലിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഇതിലോട്ട് തിരിച്ചു വരുമ്പോൾ അതൊരു കോർണറായിട്ട് വരും. ഒരു കർവ് കൊടുത്തു. ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോർണറാവും. നിങ്ങൾക്ക് ആ ഒരു പെൻ ടൂളല്ല കർവേച്ചർ ടൂളിൻ്റെ സൈഡിലായിട്ടൊരു സർക്കിൾ, അതായത് ക്ലോസ് ആവുന്ന ഒരു ബട്ടണാണ് കാണാൻ പറ്റുന്നത്, ഒരു ഐക്കണാണ് കാണാൻ പറ്റുന്ന ഒരു സർക്കിൾ പോലെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോർണറായിട്ട് തന്നെ അത് ക്ലോസ് ആവും. നമുക്ക് സെലക്ഷൻ ടൂൾ വെച്ച് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇമേജസ് ഒന്ന് വരച്ച് നോക്കാം. കർവേച്ചർ ടൂൾ എടുത്തു. ഇതിപ്പോൾ ഒരു കോർണറാണ്. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇതൊരു കർവാണ്. കർവ് വരുന്ന സമയത്ത് കർവിൻ്റെ ഏറ്റവും കൂടുതൽ കർവ് എവിടെയാണോ വരുന്നത്, ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വളഞ്ഞിട്ടുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഇവിടെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ ഒരു ഫില്ല് കിടപ്പുണ്ട്, അതൊരു വൈറ്റ് ഫില്ലാണ് കിടക്കുന്നത്. ഫില്ല് കിടന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റില്ല, സ്ട്രോക്ക് മാത്രമായിട്ട് വേണം. അപ്പോൾ ഞാൻ ഈ ഫില്ലിൻ്റെ ഈ പോർഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നൺ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫില്ല് പോകും. എന്നിട്ട് ഇനി അടുത്ത കർവ് വരുന്നത് ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഉള്ള ഇമേജിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ലാസ്റ്റ് ഇതിനെ വീണ്ടും ചേഞ്ച് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു കർവാണ്, ഇവിടെ ഒരു കോർണറാണ്, കർവാണ്, കർവ്. നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് 1-2 പോയിൻറ്റുകൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ കർവുണ്ട്.
ഫൈനൽ നമ്മൾ ക്ലോസ് ചെയ്തു. നമുക്കിപ്പോൾ ആ ഒരു ഷേപ്പ് ഏകദേശം കിട്ടി. പക്ഷേ ഇതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കർവേച്ചർ ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ്സ് കാണാനായിട്ട് പറ്റും. നമുക്ക് പുതിയ പോയിൻറ്റ്സ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. കണ്ടില്ലേ, നമുക്ക് ആ പോയിൻറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലിപ്പം ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യണം. അതിൽ ആങ്കർ പോയിൻറ്റ്സ് ഉണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ അത് എക്സാക്ട്ലി അതുപോലെ ആവണമെന്നില്ല. നമുക്കതിനെ പിന്നെ ചേഞ്ച് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അത് നമുക്ക് കർവേച്ചർ ടൂളിൽ തന്നെ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ആങ്കർ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാനും പറ്റും. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾസ് വരയ്ക്കാം. ഇത് നമുക്ക് സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കാം. പക്ഷേ നമ്മൾ കർവേച്ചർ ടൂൾ ഉപയോഗിക്കാനാണ് പഠിക്കുന്നത്. നമുക്ക് കർവേച്ചർ ടൂൾ വെച്ച് പഠിക്കാം. ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് നമുക്കൊരു 4 പോയിൻ്റെങ്കിലും മിനിമം വേണം, എന്നാലേ ഒരു സർക്കിളായിട്ട് വരുള്ളൂ. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. കർവിന് നമ്മൾ ക്ലിക്കാണ് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു സർക്കിൾ കിട്ടി. അതേപോലെ തന്നെയാണ് ഇവിടെയും ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു ഷേപ്പ് സിമ്പിളായിട്ട് വരയ്ക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് അത് കുറേ കർവുകളുള്ള ഷേപ്പായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ വരച്ച് നോക്കാം. ഈ സ്റ്റാർ വരയ്ക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ എവിടെ നിന്ന് വേണോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കോർണറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇനി വീണ്ടും ഇവിടെ വരുമ്പോൾ ഒരു കോർണറാണ്, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു കോർണറാണ്, പക്ഷെ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതൊരു കർവായിട്ട് വരും. അപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്, കോർണറിന് ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറും. വീണ്ടും ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയി എന്ന് വെച്ചോ. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറില്ല, ഡബിൾ ക്ലിക്ക് തന്നെ ചെയ്യണം. അപ്പോൾ അത് വീണ്ടും കോർണറായിട്ട് മാറും. ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അറിയാതെ കർവാണ് വേണ്ടത്, ഡബിൾ ക്ലിക്ക് ചെയ്ത് പോയി അതിനെ നമുക്ക് കർവാക്കണമെങ്കിൽ അതൊന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കർവായിട്ട് വരും. അല്ലേ, അങ്ങനെ ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ഈ ഒരു ഇമേജ് വരച്ച് നോക്കാം. ഇതിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്, അതേപോലെ ഒരു കർവും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്. ഇനി ഇവിടെ ഒരു കർവാണ് വരുന്നത്. കർവിൻ്റെ ഏറ്റവും കൂടുതൽ കർവ് വരുന്നത് ഇവിടെയാണ്, ഇവിടെ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ സിംഗിൾ ക്ലിക്ക്, ഇവിടെ വീണ്ടും കോർണറാണ്, ഇപ്പോൾ ഡബിൾ ക്ലിക്ക്, ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത നമുക്ക് ഈ ഒരു ഇമേജ് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കോർണറാണ്, അപ്പോൾ ഡബിൾ ക്ലിക്ക്. ഇവിടെ ഒരു കർവാണ് വരുന്നത്, അപ്പോൾ ഇവിടെ ക്ലിക്ക്, 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 ഡബിൾ ക്ലിക്ക്, കർവിന് സിംഗിൾ ക്ലിക്ക്, കോർണറിന് ഡബിൾ ക്ലിക്ക്, കർവ് വരുമ്പോൾ സിംഗിൾ ക്ലിക്ക്, ഇവിടെ സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, കോർണറിന് ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്. ക്ലിക്ക്, ക്ലിക്ക്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാനായിട്ടും പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ചെയ്യാം. ക്ലിക്ക്, 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 ക്ലിക്ക്. ഇവിടെ ഒരു
ഇങ്ങോട്ടുള്ള തിരിഞ്ഞുള്ളൊരു കർവാണ്. നമ്മളപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വരുന്നതെന്ന്. നമുക്കത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്തു, അടുത്ത സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു, ഫൈനൽ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ സൈഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു കർവ് ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ എക്സാക്ട്ലി അതുപോലെ ആവണം എന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പിന്നെ അത് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ സർക്കിളാണ്, സിമ്പിളായിട്ട് വരയ്ക്കാം. 4 ക്ലിക്ക് മതി. ക്ലിക്ക് 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 ക്ലിക്ക്, ക്ലോസ് ചെയ്തു. ക്ലിക്ക് 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 ക്ലിക്ക്, ക്ലോസ് ചെയ്തു. അടുത്ത സർക്കിൾ ക്ലിക്ക് 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 ക്ലിക്ക്, അടുത്ത സർക്കിൾ ക്ലിക്ക് 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 ക്ലിക്ക്, ക്ലോസ് ചെയ്തു. ഇനി ഇതെങ്ങനെ വരയ്ക്കും? നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു കോർണറാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതൊരു കർവാണ്, ക്ലിക്ക് ചെയ്യാം. ഇതൊരു കോർണറാണ്, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. കോർണർ, ഡബിൾ ക്ലിക്ക്. ഇപ്പോൾ സെലക്ഷൻ ടൂൾ എടുത്ത് ഞാൻ മാറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് നിങ്ങൾ ഇതേപോലെ വരച്ചെടുക്കണം. വരച്ചെടുത്തിട്ട് അതിന് നല്ലൊരു കളറും ഇതേപോലെ കൊടുക്കാം. ഇതേപോലെ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കർവുകളൊക്കെ വരയ്ക്കാൻ പറ്റി കർവേച്ചർ ടൂൾ വെച്ച്. അപ്പോൾ അതാണ് കർവേച്ചർ ടൂളിൻ്റെ ഉപയോഗം. ഇപ്പോൾ അഥവാ നമ്മൾ ഫ്യൂച്ചറിൽ കർവേച്ചർ ടൂൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് പുതിയൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു സെഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന സെഷന് താഴെ കൊടുക്കും. അഥവാ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നോ അപ്ഡേറ്റ്സ് എന്നായിരിക്കും അവിടെ കാണുന്നത്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.